സോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മിസ്റ്റർ ബീസ്റ്റിന്റെ ഈ ഒരു വീഡിയോയിലാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് 10 മിനിറ്റ്സ് കഴിഞ്ഞ റൂം പൊട്ടിത്തെറിക്കുമെന്നാണ്. പറഞ്ഞ പോലെ തന്നെ ഈ വീഡിയോ 10 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. ഇത് 10 മിനിറ്റിന് ടൈമർ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് 0-ൽ എത്തുമ്പോൾ പണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ മുറി പൊട്ടിത്തെറിക്കും. അതിനെ തടയാൻ പറ്റിയ ഒരേ ഒരാൾ ആരാണെന്ന് ചോദിച്ചാൽ അത് ഇദ്ദേഹമാണ്. ഇത് റിയൽ ടൈം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. കാരണം ഇതിന്റെ ഡ്യൂറേഷൻ 10 മിനിറ്റ് മാത്രമാണ്. യാതൊരു കട്ടുമില്ല, നിങ്ങൾക്ക് എല്ലാം തന്നെ കാണാം. ഡാർസി അതിൽ നിന്നും എസ്കേപ്പ് ആയി ഈ 5 മുറികളും താണ്ടി ടൈമർ 0-ൽ എത്തുന്നതിന് മുൻപ് ആ ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ ആ ഇരിക്കുന്ന പണം അവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നതാണ്. ഓക്കെ, അദ്ദേഹം താഴെ കയറി കഴിഞ്ഞു. ഇത് നമ്മുടെ ഫസ്റ്റ് എവർ റിയൽ ടൈം ഷൂട്ട് ആണ്. വേഗം ലോക്ക് ചെയ്യേ. അത് പ്രശ്നമുള്ള കാര്യമില്ല, പക്ഷേ ഈ ഫ്ലോർ മറികടക്കാൻ നമുക്ക് ബുദ്ധിമുട്ട്. ഈ പുള്ളിക്കാരൊരു തീയുള്ള റൂമിന്റെ നടുക്കൊരു കൂട്ടിനകത്ത് പെട്ട് കിടക്കുവാണ്. വേണമെന്നുണ്ടെങ്കിൽ തറയിലുള്ള ലോക്ക് പിക്ക് ആണ് നീ യൂസ് ചെയ്യേണ്ടത്. വേഗം ദൈവമേ, പെട്ടെന്നാവട്ടെ. എന്തൊക്കെ ടൂൾ ഉണ്ടെങ്കിലും ലോക്ക് ഓപ്പൺ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലോക്കിനകത്തുള്ള 3 പിന്നും ശരിയായ രീതിയിൽ പ്രസ് ചെയ്താൽ മാത്രമേ ലോക്ക് തുറക്കാനായിട്ട് സാധിക്കൂ. അത് മാത്രമല്ല, ഇതൊരു റിയൽ ടൈം വീഡിയോ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡാർസി അത് എങ്ങനെ തുറക്കുന്നതെന്ന് വീഡിയോയുടെ കോർണർ നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം ഈ റൂമിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, അദ്ദേഹം ഈ എല്ലാ ഫ്ലോറുകളും മറികടന്ന് താഴെ ചെന്ന് ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യേണ്ടതുണ്ട്. $2 ലക്ഷം അദ്ദേഹം തീർച്ചയായും രക്ഷിച്ചേ മതിയാകും. ഞാൻ വല്ലാത്ത ഉത്കണ്ഠയിലാണ്. ഒന്ന് വേഗം പോകാൻ നോക്ക്. നിൽക്കും, അയാൾ ഓപ്പൺ ചെയ്യും. സമയം കിട്ടോ അതോ കിട്ടാതിരിക്കോ? സോ അദ്ദേഹം ആ ഫ്ലോർ വിട്ടിട്ട് അതിലും പ്രയാസകരമായ മറ്റൊരു ഫ്ലോറിലേക്ക് പോവുകയാണ്. സൂക്ഷിച്ച് തീയിലേക്ക് വീണ് പോരുത്. ഇപ്പതേ ക്ലൂ റൂമിലുണ്ട്. 4-ാം നമ്പർ ഫ്ലോറിലേക്ക് സ്വാഗതം. അദ്ദേഹം 4-ാമത്തെ ഫ്ലോറിലെത്തിയിരിക്കുന്നു. ഇത് 4-ാമത്തെ ഫ്ലോർ ആണ്. സോ ഈ മുഴുവൻ ഫ്ലോറിൽ ഇപ്പോൾ ഗ്ലൂ മാത്രമുള്ളത്. അദ്ദേഹത്തിന് ഈ മങ്കി ബാറിൽ പിടിച്ച് മാത്രമേ ഗ്ലൂ മറികടക്കാൻ സാധിക്കൂ. ആ ഗ്ലൂവിൽ കാല് വെച്ചാൽ പിന്നെ അയാൾക്ക് നടക്കാനേ കഴിയില്ല. ഓടെ അത് മൊത്തം ഗ്ലൂ ഉള്ള റൂം. ആ മറ്റേ ആ തൂങ്ങി സാധനത്തിൽ കൂടെ പുള്ളിക്കാരനെ പോകാൻ പറ്റത്തുള്ളൂ. പുള്ളിക്കാരൻ അത് മറികടക്കുവോ? അപ്പൊ മങ്കി ബാൾസ് തന്നെ പൊക്കോ. ഒന്ന് പോകടി. അടുത്തേക്ക് എന്തിനാ ഇങ്ങനെ കറങ്ങുന്നത്? കറക്റ്റ് നിർത്തൂ. അയാൾ വീട് പോകുന്നത് അത്ര നല്ലതല്ല. കാരണം അവിടെ ഉള്ളത് ലോകത്തിലെ ഏറ്റവും ബലമുള്ള ഗ്ലൂ ആണ്. തമാശയല്ല, ഷൂകൾ അണിയില്ല. ഇപ്പൊ തന്നെ ഓൾറെഡി 2 മിനിറ്റ്സ് ആയി. അവന്റെ ആടിക്കൊണ്ടിരിക്കുക. ഒരു തവണ പോലും ഗ്രൗണ്ടിൽ തൊട്ടിട്ടില്ല. ഈ മനുഷ്യൻ പശയില്ലാത്തവനാണ്. അവൻ പുറത്ത് കിടക്കാറായി. ഈ റൂം കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാനുള്ള റൂം ഇതിലും മോശമാവാനാണ് സാധ്യത. ഞങ്ങൾ താഴേക്ക് കൊണ്ടുപോകാം. അദ്ദേഹം താഴേക്ക് ചാടുമ്പോൾ നിങ്ങളത് കാണണം. ഞാൻ ആകെ തളർന്നുപോയി. ഡാർസിക്ക് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ ആ കയറ് വഴി 3-ാമത്തെ റൂമിലേക്ക് അങ്ങനെ അയാൾ വന്നെത്തി കഴിഞ്ഞു. ദ ബൗൾഡർ റൂം. ഇത് വളരെ സിമ്പിൾ ആയ റൂമാണ്. അതേ കാണില്ലേ? ഓക്കെ ഡാർസി, നീ ആ വലിയ ബൗൾഡർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അത് താഴേക്ക് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി ആ കയറ് തടയായിട്ട് വെച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റൂം വിട്ട് താങ്കൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ സമയം തീരെ കുറവാണ്. ആ കത്തി വെച്ച് നീ എന്താ ചെയ്യാൻ പോകുന്നത്? കയറ് കട്ട് ചെയ്യാൻ പോവാ. എങ്കിൽ കട്ട് ചെയ്യ്. സമയം പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ആ കയറ് വെച്ച് കട്ട് ചെയ്തിട്ട് ആ കല്ല് ഉരുട്ടി വിടണമെന്നല്ലായിരിക്കും. എനിക്ക് കറക്റ്റ്. നോർമലി നമ്മുടെ വീഡിയോയിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇത് ലൈവ് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഓൾമോസ്റ്റ് 2 റോപ്പുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഇവിടുത്തെ ജെയിംസ് ബോണ്ട്. അദ്ദേഹം സ്ലോ ആയിരുന്നുവെങ്കിൽ അടുത്ത ലെവൽ ബുദ്ധിമുട്ടായേനെ, സമയം എടുത്തേനെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേഗത്തിൽ അദ്ദേഹം ഇവിടെ വർക്ക് ചെയ്തിട്ടില്ല. ആ കയറ് മുറിക്കാൻ അയാൾക്ക് കൂടുതൽ സമയം എടുക്കുന്നത്, കാരണം അത് അത്ര കട്ടിയുള്ളൂ. കയറ് മുറിക്കോ? ആ റോപ്പിൽ സമയം പോയിക്കൊണ്ടിരിക്കുക. ഇതൊരു വൃത്തികെട്ട കത്തിയാ. വേഗം മുറിച്ചോളൂ, കാരണം നിന്റെ 2 ലക്ഷം പൊട്ടിത്തെറിക്കാൻ ഇനി അധിക സമയം ഒന്നും ബാക്കിയില്ല. സോ വേഗം. അവൻ ഇപ്പോഴും ആ റോപ്പ് കട്ട് ചെയ്തോണ്ടിരിക്കുക. ജിമ്മി, എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? 2ാമത്തെ റോപ്പ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ രസകരമായ സംഭവം നടക്കും. ആൻഡ് ഡാർസി, നിങ്ങൾ റോപ്പ് കട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ? ഡാർസി അകത്തായെന്ന് തോന്നുന്നു. ജിമ്മി, അവരത് കട്ട് ചെയ്ത് എന്താ സംഭവിക്കുക? ഈ ഉരുളങ്കല്ല് നേരെ പോയി ആ കണ്ണാടി പൊട്ടിക്കും. പ്ലീസ് ഒന്ന് പറയേ. ഇപ്പോൾ ചെയ്യേണ്ടത് അയാൾ അത് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിക്കും. ഓക്കെ, അത് ശരി, ഞാൻ നോക്കാം. ഈ കയറ് കാരണം എന്റെ 250 ഗ്രാൻഡ് എന്തായാലും നഷ്ടപ്പെടുത്തില്ല. ജിമ്മി, ഒരു കയറ് കട്ട് ചെയ്യാൻ വേണ്ടി എത്ര സ്ലോ ആയിട്ടുള്ള ആളെ കൊണ്ടുവന്നത്? ഡാർസി വേഗം. ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇത് റിയൽ ടൈം ഷൂട്ട് ആണെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ എല്ലാം കാണാൻ സാധിക്കും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് എസ്കേപ്പ് ആർട്ടിസ്റ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിന് കയറ് കട്ട് ചെയ്യാൻ അറിയില്ലെന്ന് തോന്നുന്നു. ഡാർസി, നീ എത്ര സമയമായി കളയുന്നത്? മിസ്റ്റർ ബീസ്റ്റ് പറയുന്ന പുള്ളിക്കാരനൊരു വേൾഡ് ക്ലാസ് ഇതാണ്, പക്ഷെ പുള്ളിക്കാരന് കയറ് കട്ട് ചെയ്യാൻ അറിയത്തില്ലെന്നൊക്കെയാണ് പറയുന്നത്. ഫാസ്റ്റ് കട്ട് ചെയ്യൂ. കം ഓൺ.
എന്റെ ബ്രോ ആ റോപ്പ് ഒന്ന് വേഗം തന്നെ കട്ട് ചെയ്ത് തീർക്കാൻ നോക്ക്. Oh my God! ഒടുവിൽ അദ്ദേഹം അത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നു. ഡാർസി ആ റാമിലേക്ക് അത് തള്ളിയിട്. ഇപ്പൊ ഉള്ളതിൽ വന്ന് കാത്തിരുന്ന് കാണാം. ഓക്കെ നിന്റെ വലതുഭാഗത്തേക്ക് നീങ്ങ്. അവനെന്താ ചെയ്യാൻ പോകുന്നത്? എന്താ ഈ ചെയ്യുന്നത്? അവൻ ജമ്പ് ചെയ്യാൻ പോവാൻ. ഡാർസി നിന്നെ താഴേക്ക് ചാടാനുള്ള സമയമായിരിക്കുന്നു. ഇതിപ്പോ ഞാൻ എങ്ങനെ ചെയ്യുന്നത്? ഡാർസി ചാടിക്കോ. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ക്രെയിൻ നിർത്തുക, ക്രെയിൻ നിർത്തുക, ക്രെയിൻ നിർത്തുക, ക്രെയിൻ നിർത്തുക. ആ ക്രെയിൻ നിർത്ത്. ക്രെയിൻ ഓപ്പറേറ്റർ മദ്യപിച്ചിട്ടാണ് തോന്നുന്നത്. ഈ ഫ്ലോർ മറ്റു 3 ഫ്ലോറുകളെക്കാളും ബുദ്ധിമുട്ടാണ്. ഇദ്ദേഹം ഈ ലേസർ മറികടന്നത് മാത്രമല്ല ഇവിടുത്തെ ടാസ്ക്. അദ്ദേഹം അറിഞ്ഞോ അറിയാതെ ഒരു ലേസറെങ്കിലും ടച്ച് ചെയ്താൽ ആ നിമിഷം തന്നെ ആ കാശ് പൊട്ടിത്തെറിക്കും. ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്യുന്നത്? ഇത്രയും ലേസറില്ലേ? അദ്ദേഹം ലേസറിൽ നിൽക്കുന്ന പറയുന്നത് പുള്ളിക്കാരനെ ഏതൊരു ലേസറി ടച്ച് ചെയ്ത ആ കാശ് പൊട്ടിത്തെറിക്കും. എന്റെ പുതിയ വയർലെസ് പാർട്ണർ T-Mobileനെ കുറിച്ച് പറയാൻ പോകുന്നു. ഇവിടെ വെച്ചോ? മാറ്റ്, എന്താ? ഈ കവറേജ് മാപ്പ് വെച്ച് T-Mobile കാണാനുണ്ടോ? അതെ എനിക്കിത് കാണാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം അറിയോ? അതായത് പ്രതീക്ഷിക്കുന്നത് വലിയൊരു കവറേജ് ആയിരിക്കും. മറ്റു കാരിയേഴ്സിനെക്കാളും T-Mobile എന്ത് പ്രത്യേകത ഉള്ളതെന്ന് ചോദിച്ചാൽ ജിമ്മി അയാൾ പകുതി ലേസർ മറികടന്നു. ഓ നമ്മുടെ അടുത്തെത്തി. T-Mobileന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ മെജന്റ സ്റ്റാറ്റസ് എന്നൊരു ഫീച്ചർ ഉണ്ട്. ഓക്കേ, എന്ന് വെച്ചാൽ എന്താ അത്? ഇതുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരു VIP പോലെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളൊരു T-Mobile യൂസ് ചെയ്താൽ മാത്രം മതി. ഹോട്ടലിൽ റൂം എടുത്താൽ അതിന്റെ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. വൈഫൈ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയും. പിന്നെ VIP ലോഞ്ച് യൂസ് ചെയ്യാൻ കഴിയും. T-Mobile. ഓ എനിക്ക് തലവേദനിക്കുന്നു. ഞാൻ നിങ്ങൾ മറന്നുകൊണ്ട് എന്നോട് ക്ഷമിക്കൂ. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ T-Mobile ഫിനിഷ് ചെയ്യട്ടെ. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അയാൾ വെള്ളത്തിലേക്ക് ചാടുന്നു. നിങ്ങൾ ഇപ്പോൾ T-Mobile ഉപയോഗിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഷിഫ്റ്റ് ആയ ഫസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം ലിറ്റിൽ ആയിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കിട്ടാനുള്ള ചാൻസും ഉണ്ട്. T-Mobile.com/ തിരിച്ചേ പറ്റൂ. ഇത് തിരിക്കണോ? തിരിക്കൂ. ആ ലോകം തിരികെ. ആക്ച്വലി ആരും ഹെൽപ്പ് ചെയ്യരുത്. ഈ പണം എടുക്കാൻ അവൻ മിടുക്കനാണെന്ന് നോക്കാം. ആ 4 വാൽവുകളും തുറക്കാൻ കഴിയുന്ന രീതിയിൽ അയാൾക്ക് ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയുമോ? അതോ അതിനുള്ളിൽ സമയം കഴിഞ്ഞു പോകുമോ? വെള്ളം പുറത്തേക്ക് വന്നോ? ഇത് ഈ ഓപ്പൺ ആയി. വ്യക്തി ഈ വെല്ലുവിളി നടത്തുമ്പോൾ ഈ ഗ്രഹത്തിലെ ഏറ്റവും രുചിയുള്ള ചോക്ലേറ്റിനെ കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിടിച്ചോ വേഗം വരട്ടെ. മാറ്റ്, അയാൾക്ക് അകത്തേക്ക് പോകാൻ പോവാ. സൈഡിൽ പോയി അത് ഓപ്പൺ ആണോ നോക്ക്. അയാൾ ചെയ്തില്ല. അങ്ങനെ തന്നെ ടേൺ ചെയ്തോ. ഓ അയാൾ അത് ചെയ്തു. മറ്റേ സൈഡിലേക്ക് വാ. ഇനി 2 മിനിറ്റ് മതി. ഇപ്പോൾ എത്രമാത്രം ക്ഷീണിതനാണെന്ന് എനിക്ക് ഊഹിക്കുന്നുണ്ട്. എന്തായിരിക്കും ആക്ച്വലി അയാളുടെ അവസ്ഥ? ഇനി അവന് 2 മിനിറ്റും 10 സെക്കൻഡും മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ അദ്ദേഹം ഇവിടെ വന്ന് ആ ബട്ടൺ പ്രസ് ചെയ്യണം. ഇല്ലെങ്കിൽ ആ പണം പൊട്ടിത്തെറിക്കും. നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. എനിക്കറിയില്ല എന്താ ചെയ്യാമെന്ന്. നോർമലി ആണെങ്കിൽ നമുക്ക് കട്ട് മെഡിക്കറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് റിയൽ ടൈം അല്ല. എന്തായാലും സംസാരിച്ച് വീഡിയോ മുന്നോട്ട് കൊണ്ടുപോയി പറ്റും. ഇനി 2 മിനിറ്റ് മാത്രം ബാക്കിയുള്ളൂ. 2 മിനിറ്റ് താഴെയാണ് സമയം. അയാൾ അടുത്തെത്താറായി. അവൻ ചെയ്തു. ഫൈനൽ ഡോറായി. 1 മിനിറ്റ് 50 സെക്കൻഡ് മാത്രം. ശരി, ഇനി പുറത്തേക്ക് വന്ന ബട്ടൺ പ്രസ് ചെയ്യണം. ഇനി എത്ര നേരമുണ്ട്? ഇനി 2 മിനിറ്റേ ഉള്ളൂ. അവന് എങ്ങനെ തീർക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. 40 സെക്കൻഡ് ഇനി ബാക്കിയുള്ള ഗൈസ്. ഇവിടെ നിന്ന് നീ നനയും. കുറച്ച് പുറകോട്ട് മാറി നിൽക്ക്. എന്തുപറ്റി? തുറന്നോളൂ. ഇനിയും ധാരാളം വെള്ളം ഒഴുകേണ്ടതുണ്ട്. Alright, Matt, ഒരുപക്ഷെ ഇയാൾ തോറ്റുപോയാൽ അവരിക്കുന്ന ബോംബ് ഉറപ്പായിട്ട് പൊട്ടിത്തെറിക്കും. അയാൾ ഈ പ്രശ്നമാണെങ്കിൽ ആ സാൻഡ്ബാഗിന് പുറകെ ഒളിച്ചോളൂ. ഓക്കേ, എന്നെ വിശ്വസിക്കുക. നീ എല്ലാ ലാച്ചസും തുറന്നേ പറ്റൂ. ഓൾമോസ്റ്റ് 1 മിനിറ്റ് കൂടി. കമോൺ. ബ്രോ അയാളെ കൊണ്ട് പറ്റുമോ പോലും അറിയില്ല. വെള്ളത്തിന്റെ പ്രഷർ കൂടിയ കാരണം ഡോർ സ്റ്റക്കായിരിക്കാം. അയാൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തേ പറ്റൂ. വെയിറ്റ് ജിമ്മി, ഇതുവഴി ലോറിക്കൂടെ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ട്. തിരിച്ചോളൂ. അത് വലിയ നിങ്ങൾക്ക് സമയമില്ല, വേഗം. സമയം വളരെ കുറവാണ്. അത് സ്റ്റക്കായി. അത് തുറക്കാൻ കഴിയുന്നില്ല. എന്ത് പ്രശ്നമുണ്ട്? ബ്രോ ഇത്രേ ഉള്ളൂ. അയാൾ ജയിക്കും തോന്നുന്നില്ല. അയാൾക്ക് തുറക്കാൻ കഴിയില്ല. ഈ ബട്ടൺ പ്രസ് ചെയ്യാനാകെ 45 സെക്കൻഡേ ഉള്ളൂ. ഇത് സ്റ്റക്കാ. അവന്റെ ജീവൻ രക്ഷിക്കാൻ പോലും അവനാൽ ലാച്ച് കഴിക്കാൻ പറ്റില്ല. അവൻ എന്താ ഈ ചെയ്യുന്നേ? 30 സെക്കൻഡ് മാത്രം. ബട്ടൺ പ്രസ് ചെയ്തേ പറ്റൂ. വേഗം ആവട്ടെ. അത് പൊട്ടിത്തെറിക്കാൻ പോവാ. 19 സെക്കൻഡ് ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം ഇത് ജയിച്ച് കാണിച്ചത്. ഞങ്ങൾ പണം ബോംബിന്റെ വഴിയിൽ നിന്ന് മാറ്റി. ഈ പണം കൊണ്ട് നിങ്ങൾ 19 സെക്കൻഡ് ബാക്കിയുള്ള പുള്ളിക്കാരൻ ചെയ്തു. എന്താ ചെയ്യാൻ പോകുന്നത്?
ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ.